അദ്ദേഹം എന്നെ വന്ന് ചൊറിഞ്ഞ്, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാന്തിയതാണ്. ഇദ്ദേഹത്തെ ഞാൻ ചൊറിഞ്ഞുവെന്നും അതുകൊണ്ട് ഇദ്ദേഹം എന്നെ ചെറുതായി ഒന്ന് മാന്തിയതാണ് എന്നാ പറഞ്ഞത്. മാന്തിയ കോല ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയൊക്കെ വന്ന് പറയണമെങ്കിൽ ഇതൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ എന്നാണ് വഹാബ് സഖാഫി പറയുന്നത്. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമസ്ത കുബൂരി പുരോഹിതന്മാർ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് ആരോപണം പറഞ്ഞു വരികയാണ് സാധാരണ ചെയ്യാറുള്ളത്. അവർ പ്രായഭേദമന്യേ അവരുടെ എതിരാളികളെ നേരിടുക പച്ച കളവുകൾ പറഞ്ഞുകൊണ്ടാണ്. അതിന് തന്നെ ഇഹ്റാം കെട്ടി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് ഇവർ എന്ന് ഇവരുടെ കൂടാരത്തിൽ തന്നെയുള്ള മുസ്ലിയാക്കന്മാർ പലപ്പോഴും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്. കുല്ലുഹും അജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. അതെ, നുണ പറയാൻ തന്നെ ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ട മുസ്ലിയാക്കന്മാരാണ്. ഇവരുടെ നേതാവും ഇവർ വലിയ ഔലിയൊക്കെയായി കാണുന്ന, മാത്രവുമല്ല ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് എന്നൊക്കെ ഇവർ വാഴ്ത്തി പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് തന്നെ സ്വന്തം ശിഷ്യൻ എന്താണ് പറഞ്ഞത്? ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും, ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും എന്നല്ലേ വിശദീകരിച്ചത്. ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. സുമ്മ വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? ഇവർ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റവും പോകുമെന്ന് നമ്മൾ പലപ്പോഴും ഇവരിൽ നിന്ന് കണ്ടതാണ്. ആത്മീയതയുടെ മറപിടിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പുരോഹിതന്മാർ മതത്തിലേക്ക് പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് അതിനെതിരെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും പ്രബോധകരും രംഗത്ത് വരുമ്പോൾ അവർക്ക് നേരെ പച്ച കളവുകൾ പറഞ്ഞും ആരോപണവും ഉന്നയിച്ചാണ് ഇവർ പലപ്പോഴും നേരിടാറുള്ളത്. അത് നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. ഇത്തരം ആളുകളുടെ സ്വഭാവം എന്താണ് എന്ന് ഇവർ പരസ്പരം തെറ്റിയ സമയത്ത് ഇവരുടെ കൂടാരത്തിലുള്ള മുസ്ലിയാക്കന്മാരെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. യഖൂനു ഫി ആഖിറി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാര് തന്നെ പറഞ്ഞു വെക്കാറുണ്ട്, ജനങ്ങളെ കബളിപ്പിക്കുന്ന ആളുകൾ എന്ന്, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന ആളുകൾ എന്ന്, യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആളുകൾ എന്ന്, അങ്ങനെ തുടങ്ങിയ പല വിശദീകരണങ്ങളും മുസ്ലിയാക്കന്മാർ നൽകാറുണ്ട്. എന്നാൽ ഈ മുസ്ലിയാക്കന്മാർ വിശദീകരിക്കുന്ന വിശദീകരണത്തിന് കൃത്യവും വ്യക്തവുമായി യോജിച്ചു വരുന്ന അതേ ക്വാളിറ്റിയുള്ള ഒരു മുസ്ലിയാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് നമുക്കൊരു മുസ്ലിയാരിൽ നിന്ന് ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറയുന്ന ഹദീസ് വിശദീകരിക്കുന്ന ഒരു ഭാഗം കാണാം. ദജ്ജാലൂന കദ്ദാബൂൻ, കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്തുവാദിയാണിവൻ, ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ, ദജ്ജാലൂന കദ്ദാബൂൻ. ഇനി ഈ പറയുന്ന ക്വാളിറ്റിയുള്ള ഒരു മുസ്ലിയാരെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇദ്ദേഹം ഇവിടെ പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. അതെ, നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം ഞാനിവിടെ എന്താണ് പറയുന്നത് എന്ന്. ബഹുമാന്യ പണ്ഡിതൻ സുബൈർ സലഫി അദ്ദേഹത്തിന്റെ ഖുതുബയിൽ ഒരു മുസ്ലിയാര് ആശുറ ദിവസത്തിൽ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന് പറയുന്ന ആ ദിക്ർ 70 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ആ വർഷം ആക്സിഡന്റ് സംഭവിക്കില്ല എന്നും പെട്ടെന്നുള്ള മരണം സംഭവിക്കില്ല എന്ന രൂപത്തിലുള്ള ഒരു സംസാരം നടത്തിയിരുന്നു. അതിനെ ഗണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സഹീഹായ ഒരു ഹദീസിലും വന്നിട്ടില്ല. വാട്സാപ്പിലൊക്കെ വന്ന മെസ്സേജുകൾ എന്താ? ഇതാ ഈ ദിക്ർ ചൊല്ലിക്കോ. ഏതാ ദിക്ർ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആക്സിഡന്റിൽ മരിക്കൂല, അയാൾക്ക് വലിയ ദുർഗുണമായ മരണങ്ങൾ അയാളെ ബാധിക്കൂല എന്ന് പറഞ്ഞ് 70 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ഹദീസ് വായിച്ചാൽ ഒരൊറ്റ ഹദീസിലും സ്ഥിരപ്പെട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെല്ലാനും വേണ്ടി പാടില്ല. കാരണം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ മതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത ഒരു രീതി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. കാരണം പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അതിൽ സമസ്തക്കാർക്കോ സെലഫികൾക്കോ തർക്കമില്ല. കാരണം മതം പൂർത്തിയാക്കി എന്നത് ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞതാണ്. അതിലേക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാനോ അതില്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കുറക്കുവാനോ ആർക്കും തന്നെ അധികാരമില്ല. കാരണം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും സ്വന്തം ഇഷ്ടപ്രകാരമല്ല മതം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സുബൈർ സലഫിയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം നന്മ മുടക്കിയാണ് എന്നാണ്. മാത്രവുമല്ല സഹീഹായ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടില്ല എന്ന് ഈ മുസ്ലിയാരുട്ടി സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ തെളിവായി കൊണ്ടുവരുന്നത് ഏതോ ഒരു സൂഫി പണ്ഡിതന്റെ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ വകയായി പറഞ്ഞൊരു കാര്യമാണ്. അവിടെ ഹദീസ് കൊണ്ടുവരുന്നില്ല. അത് ഈ മുസ്ലിയാരും സമ്മതിക്കുന്നുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ. അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസിൽ വന്ന
സംഭവമാണെന്ന് ഞങ്ങളാരും ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ വകയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് സഹീഹായ ഏതാനും ചുരുക്കം ഹദീസുകൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൂഫി പണ്ഡിതന്മാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ വന്നുകൊണ്ട് സഹീഹായ ഹദീസുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുമല്ലോ, അങ്ങനെ കൊടുക്കാറുണ്ട് എന്ന രൂപത്തിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മളുടെ മുമ്പിലേക്ക് എത്ര സ്വഹീഹായ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ തുച്ഛമായ ഹദീസുകൾ മാത്രം. മറ്റ് എത്രയോ സ്വഹീഹായ ഹദീസുകൾ ഔലിയാക്കളിലേക്ക്, സൂഫി പണ്ഡിതന്മാരിലേക്കൊക്കെ അള്ളാന്റെ റസൂൽ സ്വപ്നത്തിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നാം ഇവിടെ കാണുന്ന ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫാകുന്ന സൂഫി പണ്ഡിതന്റെ സ്വപ്നത്തിലേക്ക് അള്ളാന്റെ റസൂൽ ഇത് കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഈ രീതിയിൽ അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്ത ഒരു വാദവുമായാണ് മുസ്ലിയാരുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. അവിടെ ഞാൻ കാണിച്ചത് ബിദ്അത്തിനെ കുറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്നത്, അതുപോലെ തന്നെ മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സംസാരിക്കുന്ന ഒരു സംസാരമുണ്ട്. അവിടെ ഇങ്ങോട്ട് ഞാൻ പറയട്ടെ, അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ, പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ, ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു, അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു, ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു, അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി, ഇങ്ങനെ തുടങ്ങി ഞാൻ പറയട്ടെ. അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു, അത് ഏത് കൈയിന്റെ വിരലാണ്, ഇങ്ങനെ തുടങ്ങി. നിങ്ങൾ ചിന്തിക്കുക, ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ, ഒരു വിഷയവും വിട്ടുവന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാതെ, അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കട്ടെ, എല്ലാ ചലനങ്ങളും, അതാണ് ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. അത്രയും വിശദമായി സർവ വിഷയങ്ങളും സർവവാചകങ്ങളും ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും റിപ്പോർട്ട് വന്നിട്ടുള്ള ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ്. പ്രവാചകനുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന്. ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും നരകത്തെ തൊട്ട് തടയപ്പെടുന്ന സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകന്റെ ജീവിതം അങ്ങനെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ട് എന്നാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത്. അപ്പോൾ തന്നെ മുസ്ലിയാരുടെ വാദം അവിടെ തകരുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൃത്യമായും വ്യക്തമായും പ്രമാണങ്ങളിൽ ഉണ്ട് എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ സംസാരത്തിലൂടെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഈ മുസ്ലിയാരുട്ടി പറഞ്ഞ രണ്ട് വാദങ്ങൾ തകരുകയാണ്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് സൂഫികൾക്ക് സഹീഹായ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു എന്ന വാദം തകരുകയാണ്. രണ്ടാമത്, നമുക്ക് കുറച്ചേ ഹദീസുകൾ കിട്ടിയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ഹദീസുകൾ കിട്ടാനുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സൂഫി പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ദീനിൽ എടുക്കാം എന്നുള്ള വാദം, അത് രണ്ടും ഇവിടെ തകരുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായി നമ്മൾ കാണിച്ചുകൊണ്ട് സംസാരിച്ചു. മാത്രവുമല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു എന്നതൊന്നും ദീനിൽ തെളിവല്ല എന്ന് കൃത്യമായി ഇവരുടെ മുസ്ലിയാക്കന്മാര് തന്നെ പറയുന്ന പല പല വീഡിയോകളും ഞാൻ കാണിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറയാനില്ലാതെ, പറയപ്പെട്ട വിഷയത്തിൽ ഒരു ഗണനം പോലും നടത്താൻ പറ്റാതെ, എനക്ക് മറുപടി എന്ന രീതിയിൽ മറപിടിച്ചുകൊണ്ട് ഇദ്ദേഹം നടത്തിയ സംസാരം കേൾക്കുമ്പോൾ, നേരത്തെ തൊഴിയൂർ സഖാഫി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ആ പറഞ്ഞ ക്വാളിറ്റി അങ്ങനെ തന്നെ ഈ മുസ്ലിയാരിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടും. മാത്രവുമല്ല, ഞാൻ ഇദ്ദേഹത്തിന് മറുപടിയായി പറഞ്ഞ കഴിഞ്ഞ ആ വീഡിയോ അത് നിങ്ങൾ ഇതുവരെ കണ്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. എന്താണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. നമ്മൾ സമസ്തക്കാരെ ഖുറാഫികൾ എന്ന് വിളിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്?
അതെ, അവർ ഖുറാഫികളായതുകൊണ്ട് തന്നെയാണ്. എന്താണ് സംശയം? സമസ്തക്കാർ ഖുറാഫികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ ഖുറാഫികൾ എന്ന് വിളിക്കുന്നത്. എന്റെ ശ്രോതാക്കളെ, ഇവരെ നാം വഹാബികൾ എന്നാണ് വിളിക്കുന്നത്. എന്താ ഇവരെ വഹാബികൾ എന്ന് നാം വിളിക്കുന്നത്? അത് നമ്മൾ സത്യം പറയുന്നു എന്നുള്ളത് കൊണ്ട്. നിങ്ങൾ വഹാബികൾ എന്ന് ഞങ്ങളെ വിളിക്കുന്നത് ഞങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുരുവട്ടൂരികളും അതുപോലെ തന്നെയുള്ള ആളുകളും ആധുനിക വഹാബിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഈ കാലം അത്രയും സമസ്തക്കാർ പറഞ്ഞ ആദർശം തെറ്റാണ് എന്ന രൂപത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ, സത്യം പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ വഹാബി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതെ, കാര്യങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വഹാബി എന്ന് ഞങ്ങളെ വിളിക്കുന്നത്. അത് തന്നെ, അതാണ് അദ്ദേഹം അവിടെ തുടങ്ങി വെച്ചത്. മനസ്സിലായ? അതെ, സത്യസന്ധമായി സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ ക്ലിപ്പുകളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറുപടി പറയാനില്ലാതെ മറപിടിക്കാൻ വേണ്ടി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് താങ്കൾ വീണ്ടും വന്നത്. ഇദ്ദേഹത്തിന്റെ വിഷയം എന്താണ് ഇവിടെ? എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ താങ്കൾ സുബൈർ സലഫിയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രമാണമില്ല എന്ന് കണ്ടപ്പോൾ ഏതോ സൂഫി പണ്ഡിതന്റെ കിതാബിൽ നിന്ന് കുറെ ഇബാറത്തുകൾ വായിച്ച് നേരത്തെ തൊഴിയൂർ സഖാഫി പറഞ്ഞ ദജ്ജാലിന്റെ പണിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് കയ്യോളം ഞാൻ പിടികൂടി. നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളും ക്ലിപ്പുകളും കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഖണ്ഡനം പറഞ്ഞു. അതാണ് എന്റെ വിഷയം. എന്നിട്ട് അതിന് മറുപടി എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മറുപടിയുമായി വന്നിരിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം പറയട്ടല്ലേ? പറയൂ. അതെ, ഞാൻ പറയാൻ തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ താൻ സുബൈർ സലഫിയുടെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു. അതിനു മറുപടി എന്ന രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ വീണ്ടും വന്ന് സംസാരിച്ചു. അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ സംസാരിച്ചതെന്ന് അതിൽ നിന്ന് തന്നെ കേൾക്കാം. ഈ സലഫി ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പലരുടെയും വാട്സപ്പിലൊക്കെ വന്ന മെസ്സേജുകൾ ഇതാ ഈ ദിക്ർ ചൊല്ലിക്കോ. ഏതാ ദിക്ർ? ഹസ്ബി അല്ലാഹ് വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആക്സിഡന്റിൽ മരിക്കൂല, അയാൾക്ക് വലിയ ദുർഗുണമായ മരണങ്ങൾ അയാളെ ബാധിക്കൂല എന്ന് പറഞ്ഞ് 70 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഹദീസ് വായിച്ചാൽ ഒരൊറ്റ ഹദീസിലും സ്ഥിരപ്പെട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതിങ്ങനെ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ, നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. അത് തന്നെ ചങ്ങാതി ഞങ്ങൾക്കും പറയാനുള്ള. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ. അതെ, ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. അതിലേക്ക് ആർക്കും ഒന്ന് കൂട്ടുവാനോ കുറക്കുവാനോ ഇനി പാടുള്ളതല്ല. സഹോദര, ഇത് സഹീഹായ ഹദീസിൽ വന്നതാണോ? സുബൈർ സലഫി പറഞ്ഞത് ഇല്ല എന്നാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണെന്ന് ഞങ്ങളാരും ഇവിടെ പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ? ഇതാണ് വിഷയം. ഈ വിഷയത്തിന് അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സംസാരം താങ്കൾ നടത്തണമായിരുന്നു. താങ്കൾ അത് നടത്തിയിട്ടില്ല. സഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല എന്ന് സുബൈർ സലഫിയും പറഞ്ഞു. അത് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാലോ താങ്കൾ പറയുന്നു സുബൈർ സലഫി നന്മ മുടക്കിയാണ്. ബഹുമാനപ്പെട്ട സുബൈർ സലഫി നന്മ മുടക്കിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സുബൈർ സലഫി ഇവിടെ നന്മ മുടക്കിയാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ തെറ്റ്? സുബൈർ സലഫി എങ്ങനെയാണ് നന്മ മുടക്കിയാകുക? സഹീഹായ ഒരു ഹദീസിലും വന്നിട്ടില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം മതത്തിന്റെ പേരിൽ പുതുതായി കൊണ്ടുവന്ന് അതിന് ഇങ്ങനെയൊക്കെ പുണ്യമുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ഫായിദകളുണ്ട് എന്ന രീതിയിൽ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് 70 തവണ ചെല്ലിക്കുമ്പോൾ അതിൽ കൃത്യമായി പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് വേണം എന്നുള്ളത് മതനിയമമാണ്. ആ പ്രമാണങ്ങൾ തെളിവില്ല എന്നത് കൊണ്ട് തന്നെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ താങ്കൾ പറഞ്ഞു സുബൈർ സലഫി നന്മ മുടക്കിയാണ്. ആ കാര്യമാണല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ താൻ ഈ വീഡിയോയിൽ അതിന് ഏതാനും ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് സമൂഹത്തെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്റെ ശ്രോതാക്കളൊക്കെ ഞാൻ പറയുന്നത് കേട്ടതുമല്ലേ? അത് നമുക്ക് തള്ളാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ തന്നെ ഇരിക്കേണ്ടതാണ്. താങ്കൾ പറഞ്ഞത് ഒരിക്കലും താങ്കൾക്ക് ഇനി തള്ളാൻ വേണ്ടി പറ്റില്ല. താങ്കൾ ആ പറഞ്ഞത് പിഴച്ച വിശ്വാസമാണ്. ഞാനിവിടെ അതിന് മറുപടിയായി കൊണ്ടുവന്നത് സഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ സംസാരമാണ്. പേരോടിനെ തള്ളണമോ അതല്ല തന്നെ തള്ളണമോ എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെ. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സഹീഹായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മതത്തിൽ ഒരാൾ പുതുതായി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നവനെ അടക്കം തള്ളണം. ആ അടിസ്ഥാനത്തിൽ ഈ കൊണ്ടുവന്ന സൂഫി പണ്ഡിതനെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെയും അടക്കം തള്ളി പറയേണ്ടതാണ്. അപ്പോൾ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ മനസ്സിലാക്കട്ടെ ആരെ കൊള്ളണം ആരെ തള്ളണം എന്നൊക്കെ. പവിത്രമായ ആശൂറാ ദിനത്തിന്റെ അന്ന് ചൊല്ലേണ്ട ദിക്ർ ഇത്ര എണ്ണം ചൊല്ലണം, അതിന്റെ മഹത്വം ഇങ്ങനെയാണെന്ന് മുൻഗാമികളായ മഹത്തുക്കൾ സൂഫി വരന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് കിതാബിലാണ് പഠിപ്പിച്ചത്, അത് എങ്ങനെയാണ് അവിടെ എഴുതിയത്, ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചതാണ്. ശ്രോതാക്കളായ നിങ്ങൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആരെ തള്ളണം ആരെ കൊള്ളണം എന്നൊക്കെ സമൂഹം മനസ്സിലാക്കട്ടെ. എത്രയോ സ്വഹിയായ ഹദീസുകൾ ഔലിയാക്കളിലേക്ക്, സൂഫി പണ്ഡിതന്മാരിലേക്കൊക്കെ അള്ളാന്റെ റസൂൽ സ്വപ്നത്തിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. സഹിഹ ഹദീസ് സ്വപ്നത്തിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇവന്റെ ഒക്കെ പോക്ക് എങ്ങോട്ടാണ്? ഒരുപക്ഷെ നാം ഇവിടെ കാണുന്ന ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫാകുന്ന സൂഫി പണ്ഡിതന്റെ സ്വപ്നത്തിലേക്ക് അള്ളാന്റെ റസൂൽ ഇത് കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾക്ക് ഇതൊക്കെ തള്ളാൻ പറ്റുമോ? ഇതൊക്കെ ഇവിടെ മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ പച്ച കളവ് പറയുകയാണ്. റസൂൽ ഇങ്ങനെ സ്വപ്നത്തിൽ വന്ന് ഇവരുടെ മഹാന്മാർക്കൊക്കെ ഇങ്ങനെ സഹിഹായ ഹദീസൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കള്ളത്തരം പറയുകയാണ്.
ഖുറാഫി. എന്നിട്ടോ ഈ പറഞ്ഞ സൂഫിക്കും ഇതേപോലെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ അവന്റെ ഊഹവും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ വിളിക്കുന്നത് ഖുറാഫികൾ എന്ന്. എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലോ എന്നല്ല പറഞ്ഞത്, സ്വപ്നത്തിലൂടെ വന്നു എന്നല്ല പറഞ്ഞത്. സ്വപ്നം ദീനിൽ തെളിവാണ് കുട്ടി ഖുറാഫി. എന്റെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെ പറഞ്ഞു തരും. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കുട്ടി ഖുറാഫ് ഇത് ശൈത്താന്റെ തന്ത്രമാണ് എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിനെയും ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു സ്വപ്നത്തെയും ദീനിൽ തെളിവാക്കാൻ വേണ്ടി പറ്റില്ല എന്നാ പറയുന്നത്. സ്വപ്നം ദീനിൽ തെളിവല്ല എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയും, നമ്മൾ കണ്ടു. മാത്രവുമല്ല ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആരെങ്കിലും മതത്തിലേക്ക് പുതിയൊരു കാര്യം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നതിനെ അടക്കം തള്ളണമെന്ന് കൃത്യമായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ സംസാരിക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. അപ്പോൾ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കട്ടെ. എന്ത് തന്നെ ആയിരുന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് കുരുപൊട്ടുകയാണ്. ഇദ്ദേഹത്തിന് കുരുപൊട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എനിക്കല്ലല്ലോ കുരുപൊട്ടിയത്, താങ്കൾക്കാണല്ലോ കുരുപൊട്ടിയത്. താങ്കൾ അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഗണ്ണിക്കാതെ എന്റെ ക്ലിപ്പിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. നേരത്തെ തൊഴിയൂർ സഖാഫി പറഞ്ഞത് ദജ്ജാലിന്റെ പണിക്ക് ഇറങ്ങിയത്. അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയാൻ വരുന്നുണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. കീശ നിറക്കാനും പള്ളം നിറക്കാനും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. മുസ്ലിയാക്കന്മാർ അതിനുവേണ്ടി തന്നെയാണ് മതത്തിന്റെ പേരിൽ പല വിദാഴ്ത്തുകളും കൊണ്ടുവന്നിട്ടുള്ളത്. പുരോഹിതന്മാർക്ക് കീശ വീർപ്പിക്കാനും പള്ള വീർപ്പിക്കാനും. അവിടെ നിയത്ത് തന്നെ ആരാന്റെ കോയും കായും കൊണ്ട് എന്റെ പള്ളയും കീശയും വീർക്കണേ എന്ന് തന്നെയാണ് മുസ്ലിയാർ. നിങ്ങൾ ചോറ് കഴിക്കാറില്ലേ? നിങ്ങളുടെ കീശയിൽ കാശിരിക്കാറില്ലേ? നിങ്ങളുടെ പള്ളം അറിയാറില്ലേ? ഭക്ഷണം നിങ്ങൾ കഴിക്കാറില്ലേ? ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്, ഞങ്ങളുടെ കീശയിൽ പൈസയൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷെ നാട്ടുകാരെ പറ്റിച്ചിട്ടല്ല. മതത്തിലേക്ക് പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നിട്ടല്ല, ഉറൂസ് ഉത്സവങ്ങൾ നടത്തിയിട്ടില്ല, ആണ്ട് നേർച്ചകൾ നടത്തിയിട്ടില്ല, ബുർദ മജ്ലിസ് നടത്തിയിട്ടില്ല, ആത്മീയ മജ്ലിസുകൾ നടത്തിയിട്ടില്ല. അപ്പോൾ പല ആളുകളും ഉണ്ടല്ലോ, നൂറെ ഹബീബി, മദനിയം സലാത്ത്, അറിവിൻ നിലാവ്, അങ്ങനെ തുടങ്ങി ഓൺലൈൻ ഓഫ്ലൈൻ ആത്മീയ തട്ടിപ്പുകൾ എന്തൊക്കെയുണ്ട്. ബായാർത്ഥങ്ങളും ഖലീൽ ബുഖാരിയും കാന്തപുരവും കാന്തപുരത്തിന്റെ മകനുമടക്കം മുസ്ലിയാക്കന്മാർ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ കടത്തിക്കൂട്ടിക്കൊണ്ട് പാവപ്പെട്ട ആളുകളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നത്. അതേ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആരാന്റെ കോയും കായും കൊണ്ട് എന്റെ പള്ളയും കീശയും വീർക്കണേ എന്ന നിയത്തോടു കൂടി തന്നെയാണ് പാമര ജനതയുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ മതപുരോഹിതന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അവർ അതുകൊണ്ട് തന്നെയാണ് ബിദ്അത്തും ഖുറാഫാത്തും സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ ചറപറ എന്ന് സംസാരിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല വഹാബി. അതൊക്കെ നിനക്ക് സമാധാനത്തിന് നല്ലതാണ് കുബൂരി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സുബൈർ സലഫിക്ക് മറുപടി കൊടുത്ത് അതിന്റെ അവസാനം ഞാൻ എന്റെ ശ്രോതാക്കളാകുന്ന നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളും അതിന്റെ മറുപടിയും ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇനി ഒന്ന് കേൾക്കുക. എങ്ങനെയാണ് എന്ന് കേട്ടു നോക്കിക്കോ. കേവലം 70 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്ന ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾ നരകത്തിൽ പോവുക. അതെ, ഇത് നരകത്തിൽ പോകാൻ വേണ്ടി കാരണമാകും. നമ്മൾ ഇതൊക്കെ ചൊല്ലുന്നത് നരകത്തിൽ പോകാനുള്ള കാരണമാണെന്ന് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ നിലവാരം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് അല്ലാഹു തആല തിന്മയുടെ ഭാഗത്തായിരിക്കും എഴുതി വെക്കുന്നത്. തീർച്ചയായും തിന്മയുടെ ഭാഗത്ത് തന്നെയാണ് ഇത് എഴുതി വെക്കുക. നമ്മൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ തിന്മയുടെ ഭാഗത്ത് തന്നെയാണ് എഴുതി വെക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇദ്ദേഹത്തിനോട് നിങ്ങൾ ചോറാണോ കഴിക്കുന്നത് ഞാൻ ചോദിക്കുന്നതിനെക്കാട്ടി മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്. നിന്റെ തോന്നല് മാത്രമാണ്. കാരണം നീ അന്തം കമ്മിയായ ഒരു ഖുറാഫിയാണല്ലോ, അതുകൊണ്ട് നിന്റെ തോന്നലാണ്. ഞാനിവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ക്ലിപ്പ് കാണിച്ചാണ് കുബൂരി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യം പോലും നിങ്ങൾ അന്നം തന്നെയാണോ തിന്നുക എന്നുള്ള ചോദ്യം പോലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയിലേക്കാണ്. കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ. പോയി ചോദിക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട്, ചോറ് തന്നെയല്ലേ തിന്നുന്നത്. ഞാൻ ബാക്കി പറഞ്ഞോ. പോലെയുള്ള മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ തള്ളിക്കളയുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പല ചവർ ഗ്രന്ഥങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നത്. ഇവർ കൊണ്ടുവരുന്ന സൂഫി പണ്ഡിതന്റെ കിതാബാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നതിന്റെ കാരണം എന്താണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നേരത്തെ പറഞ്ഞത് തന്നെയാണ്.
ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെയും നീ കൊണ്ടുവന്ന സൂഫി പണ്ഡിതനെയും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തെയും നമ്മൾ തള്ളി പറയുന്നത്. അന്റെ റസൂലിനെ പോലും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ ഇവറ്റകളെ പോലെയുള്ളവരുടെ അംഗീകാരമൊക്കെ ആർക്കാണ് ആവശ്യം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം മതം പറഞ്ഞിട്ടില്ലാത്ത മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂലുള്ള ദീൻ പറഞ്ഞിട്ടുള്ളത്. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ ദീൻ പറഞ്ഞ റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്യണമെന്ന് മുജാഹിദിന്റെ ഏതോ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയുന്നത്. ആ കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തരണം. ഏത് പണ്ഡിതനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? പിന്നെ ഇവിടെ ഞങ്ങളാർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അംഗീകാരം കൊടുക്കാനോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. തന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാർ മതത്തിന്റെ ലേബലിൽ ഇല്ലാത്ത കഥകൾ വല്ലാണ്ട് പൊലിപ്പിച്ച് പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. ഇത് കാന്തമതം എന്നോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ടുകൊണ്ട് വേറൊരു മതമുണ്ടാക്കി അതിന്റെ ആചാരവും അനുഷ്ഠാനവുമായി തന്റെയൊക്കെ തലയിൽ തോന്നുന്ന ഏതെങ്കിലും സൂഫിയോ മറ്റോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ദീനായിക്കൊണ്ട് നടന്നോ? മതത്തിന്റെ പേരിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. എന്താണ് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയത്? അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന പല ചവർ ഗ്രന്ഥങ്ങളെയും ഞങ്ങൾ തള്ളിക്കളയുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന ചവർ ഗ്രന്ഥം, അതേ താൻ കൊണ്ടുവന്ന സൂഫി പണ്ഡിതന്റെ സ്വപ്ന കഥകളൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ഞങ്ങൾ ചവർ ഗ്രന്ഥമായി തന്നെയാണ് കാണുക. അങ്ങനെയുള്ള ചവർ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും. സ്വപ്നമൊന്നും ദീനിൽ തെളിവല്ലല്ലോ. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ പറയും, നമ്മൾ കേട്ടതാണല്ലോ. അത് സാധാരണ മാസികളോ പത്രങ്ങളോ അല്ല ചങ്ങാതി. ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന അംഗീകരിക്കുന്നത് മാത്രമാണോ ഗ്രന്ഥങ്ങൾ? ഈ പുരോഹിതന്മാരുണ്ടാക്കിയ ചവർ പുസ്തകങ്ങൾക്കും ഗ്രന്ഥങ്ങൾ എന്നൊക്കെ തന്നെയാണ് പൊതുവെ പറയാറുള്ളത്. അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, അഹ്ലുസുന്ന തള്ളിക്കളയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. തന്റെ മുസ്ലിയാക്കന്മാരെ പോലെയുള്ള ആളുകൾ എഴുതി കൂട്ടിയ ചവർ ഗ്രന്ഥങ്ങളൊക്കെ ഞങ്ങൾ തള്ളിക്കളയും. പഠിച്ച ആ വിശാലമായി കിടക്കുന്ന അറിവിന്റെ സാഗരം അതിന്റെ അകത്ത് കാണാൻ കഴിയും. അതിന്റെ കോലമാണ് ഇപ്പൊ നിന്നിൽ നിന്ന് ഞങ്ങൾ കണ്ടത്. ഏതോ ഒരു സൂഫി പണ്ഡിതൻ സ്വപ്നം കണ്ടു എന്നതാണ് ദീനിൽ തെളിവായി കൊണ്ടുവന്നത്. അപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒന്നും കിതാബൊന്നും അല്ലേ പഠിച്ചത്? തിരിയൂല. നിങ്ങളെപ്പോലെ മൂടപ്പെട്ട് കിടക്കുന്ന ഹൃദയക്കാർക്ക് അത് മനസ്സിലാവുകയുമില്ല. അതെ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള പല മുസ്ലിയാക്കന്മാർക്കും ഇതൊന്നും തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വപ്നം ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞത്. താനൊരു സ്വപ്നകഥയാണല്ലോ കൊണ്ടുവന്നത്. ഗ്രന്ഥങ്ങളൊക്കെയും വെറും ചവറുകളായി കാണുന്ന ഇവരുടെ ഉള്ളിലേക്ക് നമ്മൾ ഇനി എന്തു പറഞ്ഞു കൊടുക്കാനാണ്? ഇവൻ ദജ്ജാലിന്റെ പണിയാണ് എടുക്കുന്നത് എന്ന് ഞാൻ തുടക്കത്തിൽ പറയാനുള്ള കാരണം ഇവൻ ഈ രീതിയിലാണ് പല കാര്യങ്ങളും നേരിട്ടിട്ടുള്ളത്. നേർക്ക് നേരെ പറയാൻ വേണ്ടി പറ്റുന്നില്ല. എന്റെ സംസാരത്തിൽ എവിടെയും അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളെ കുറിച്ച് അതൊക്കെ ചവർ ഗ്രന്ഥമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. ഇവൻ കൊണ്ടുവന്ന സൂഫി പണ്ഡിതനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. സൂഫി പണ്ഡിതൻ സ്വപ്നം കണ്ടിട്ടുണ്ടാകൂലേ എന്നുള്ള ഇവന്റെ ഊഹമാണ്. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത് ചവർ ഗ്രന്ഥം എന്ന്. താൻ കൊണ്ടുവന്ന ചവർ ഗ്രന്ഥം എന്ന് പറഞ്ഞത്. ഇവൻ സഹീൽ ബുഖാരി ഒന്നല്ലോ കൊണ്ടുവന്നത്, സഹീൽ മുസ്ലിം ഒന്നല്ലോ കൊണ്ടുവന്നത്, പരിശുദ്ധ ഖുർആൻ ഒന്നല്ലോ ഇവൻ കൊണ്ടുവന്നത്. ഇവൻ കൊണ്ടുവന്ന ഏതോ ഒരു സൂഫി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വക എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊന്നും ദീനിൽ തെളിവല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചവർ ഗ്രന്ഥങ്ങൾ ചവറ്റുകോട്ടയിലേക്ക് തന്നെ നമ്മൾ തള്ളിക്കളയും. ഇനി എന്തു പറഞ്ഞു കൊടുക്കാനാണ്? ഒരു കാര്യവും ഇല്ല. അപ്പോൾ താൻ സമ്മതിക്കുകയാണ് പ്രമാണബദ്ധമായി ഇതൊന്നും സ്ഥാപിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പിന്നെ ഏതെങ്കിലും സൂഫിയൊക്കെ എഴുതി വെച്ച എന്തെങ്കിലുമൊക്കെ ചവറുകൾ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം. അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എന്ത് കൊണ്ടുവരാനാണ്? ഞങ്ങളുടെ കയ്യിൽ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു തെളിവും തന്നെ ഇല്ല എന്ന് ഇവിടെ സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു തെളിവും കാണിക്കാനില്ലാതെ കൃത്യമായി ഗണനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് മുസ്ലിയാക്കന്മാർ ഈ രീതിയിൽ ദജ്ജാലിന്റെ പണിയെടുത്ത് വരിക. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ള ഈ കലാപരിപാടിയുമായി വന്നത്. ഒന്നും കൂടി നമുക്ക് മറ്റൊരു മുസ്ലിയാർ എന്ന ഹദീസിനെ വിശദീകരിക്കുന്നത് കാണാം. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ചാണ് അള്ളാന്റെ റസൂല് പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? വദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. അത്തരം കലാപരിപാടികളാണ് പുരോഹിതന്മാരിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതിന്റെ വേറൊരു വേർഷനാണ് നമ്മളിപ്പോൾ ഈ മുസ്ലിയാരിൽ നിന്നും കണ്ടത്. അദ്ദേഹം ഞാനിവിടെ സഹീൽ ബുഖാരിയൊക്കെ പോലെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ചവർ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു എന്ന രീതിയിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ ഒന്നാം നമ്പർ ദജ്ജാലാണ് ഇവൻ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ചറപറാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത. ഞാനിവിടെ ചറപറ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് തടിയൂരിയാ മതിയോ മുസ്ലിയാരെ? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കോ ഞാൻ പറയപ്പെട്ട കാര്യങ്ങൾക്കോ ഞാൻ കാണിച്ച ക്ലിപ്പുകൾക്കോ ഏതെങ്കിലും രീതിയിലൊരു ഗണനം പറയാനുള്ള ശ്രമമെങ്കിലും നടത്തണ്ടേ? ഇവിടെ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാനല്ലേ താങ്കൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്? ഇദ്ദേഹം എന്നെ ഒന്ന് ചൊറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ മാന്തിയതാണ്. ഇദ്ദേഹത്തെ ഞാൻ ഒന്ന് ചെറുതായി ചൊറിഞ്ഞു, അതുകൊണ്ട് ഇദ്ദേഹം എന്നെ ചെറുതായി ഒന്ന് മാന്തിയതാണ് എന്നാ പറഞ്ഞു. മാന്തിയ കോല ഞങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയൊക്കെ വന്ന് ഡയലോഗ് അടിക്കണമെങ്കിൽ ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കെട്ടിയൊന്നും പോരാന്നാണ് വഹാബ് സഖാഫി പറയുന്നത്. ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ. അതെ, അല്പസ്വല്പം തൊലിക്കെട്ടിയൊന്നും പോരാ.
അതുകൊണ്ട് മുസ്ലിയാരെ ദജ്ജാലിന്റെ ഏർപ്പാടുമായിട്ടല്ല വരേണ്ടത്. പറയപ്പെട്ട വിഷയത്തിൽ ഗണ്യമുണ്ട് എങ്കിൽ നേർക്ക് നേരെ സത്യസന്ധമായി പറ. അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ആരോപണം ഉന്നയിച്ച് ആളായ്മത്തരം കാട്ടാം എന്നുള്ള ലക്ഷ്യമാണ് എങ്കിൽ അതൊക്കെ എട്ടായി മടക്കി തന്റെ പോക്കറ്റിൽ വെച്ചാൽ മതി കുബൂരി. താൻ തരത്ത് പോയി കളിക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.